ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ നല്ല അടിപൊളി ഒരു ഫലൂഡയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ വീട്ടിൽ എങ്ങനെ ഫലൂഡ തയ്യാറാക്കുമെന്നല്ല, നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് നല്ല ടേസ്റ്റി ഒരു ഫലൂഡ തയ്യാറാക്കാമെന്നുള്ള വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ പുറത്തു പോയി കഴിക്കുന്ന നല്ല അടിപൊളി ടേസ്റ്റിലെ ഫലൂഡ നമുക്ക് വീട്ടിൽ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി ആദ്യം വേണ്ടത് പാലാണ്. ഞാനിവിടെ ഒരു 2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിനെ നമുക്കൊന്ന് നല്ലതുപോലെ ഒന്ന് തിളപ്പിക്കണം. അപ്പോൾ നമ്മൾ പാലിൽ ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർക്കരുത്. നല്ല കട്ടി പാലായിരിക്കുമ്പോൾ ആണ് ഏറ്റവും നല്ലത്. അങ്ങനെ ഞാൻ 2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഏതാണ്ട് ഒരു 1/2 ലിറ്ററിനോളം പാലുണ്ട്. അപ്പോൾ ഈ 1/2 ലിറ്റർ പാല് നമുക്കൊന്ന് ഫ്ലെയിം ഓണാക്കി അടുപ്പിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് പാല് തിളപ്പിക്കുമ്പോൾ ഏറ്റവും കൂടിയ ഫ്ലെയിമിലിട്ട് വേഗം നിന്ന് തിളപ്പിച്ചെടുക്കരുത്. ചെറിയ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ഇളക്കി കൊടുത്തൊന്ന് തിളപ്പിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ പാല് ഏതാണ്ടൊന്ന് തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ളത് പഞ്ചസാരയാണല്ലോ, അതുകൊണ്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ മിൽക്ക് മെയ്ഡ് ചേർക്കുകയാണെങ്കിൽ ടേസ്റ്റ് വേറൊരു ടേസ്റ്റ് കിട്ടും. പക്ഷേ ഈ ഫലൂഡയ്ക്കും ഉറപ്പായിട്ടും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് പഞ്ചസാര ചേർത്ത് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇത് കുറച്ച് നമ്മുടെ ഈ മധുരമുള്ള സംഭവങ്ങളെല്ലാം കുറച്ച് മുന്നിൽ നിൽക്കുന്ന രീതിയിൽ മധുരം ചേർത്ത് കൊടുക്കുക. ഇപ്പം ഞാനൊരു 5 ടേബിൾ സ്പൂണോളം പഞ്ചസാര നമ്മൾ ഇതിലോട്ട് ചേർത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ നല്ല മധുരമുണ്ട്. അപ്പോൾ ഇത് ഇത്രയും മതിയാകും. അങ്ങനെ ഇതുപോലെയൊക്കെ സൈഡിലുള്ളതൊക്കെ ഒന്ന് ഇളക്കിയിട്ട് കൊടുത്ത് ഇങ്ങനെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് നമുക്ക് പാലൊക്കെ ഒന്ന് തിളപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫാക്കി നല്ലതുപോലെ ഈ പാലൊന്ന് തണുക്കണം. അപ്പോൾ തണുത്തതിന് ശേഷമാണ് നമുക്ക് ഈ മിക്സ് ഇതിലോട്ട് നമ്മുടെ ഫലൂഡ മിക്സിലോട്ടൊക്കെ ഒഴിച്ചു കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അതിനു വേണ്ടി നല്ലതുപോലെ ഒന്ന് തണുക്കട്ടെ. ഇത്രയും തിളച്ചാലൊക്കെ മതിയാകും. ഇനി ഞാൻ മറ്റൊരു പാനിലോട്ട് നമുക്ക് കുറച്ച് സേമിയം വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ഈ ഫലൂദ തയ്യാറാക്കാൻ വേണ്ടിയുള്ള സേമിയം സെപ്പറേറ്റ് വാങ്ങിക്കാനൊക്കെ കിട്ടും. ഇതിപ്പോൾ ഞാൻ സാധാ നമ്മുടെ വീട്ടിലുള്ള നമ്മൾ പിന്നെ സേമിയ പായസത്തിനൊക്കെ വെക്കുന്ന സേമിയ ഉണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ചെടുത്തതാണ്. അത് ഏതാണ്ടൊരു 1/4 കപ്പ് മതിയാകും. അതായത് 1/2 കപ്പൊക്കെ ആകുമ്പോൾ തോനെയാവും. നമ്മളിപ്പോൾ ഇത് കുറച്ചൊക്കെ ഇല്ലേ ഈ നമ്മുടെ ഫലൂദയിൽ ചേർത്ത് കൊടുക്കുകയുള്ളൂ. അതുകൊണ്ട് അതിനാവശ്യമായത് ഒരു 5-6 ടേബിൾ സ്പൂൺ മതിയാകും. അങ്ങനെ അതിന് നമുക്കിതുപോലെ നല്ലതുപോലെ ഒന്ന് തിളച്ച് കുറച്ച് സമയമാകുമ്പോൾ തന്നെ ഇതൊക്കെ വെന്ത് കിട്ടുന്നതായിരിക്കും. അങ്ങനെ ഇത് ഏതാണ്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒരു അരിപ്പിലോട്ട് അരിച്ചൊഴിച്ചു കൊടുക്കാം. അങ്ങനെ ഞാൻ ഇതുപോലെ ഒരു അരിപ്പ് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് സാധാരണ പച്ചവെള്ളം ഉണ്ടല്ലോ, അതും കൂടി കുറച്ച് 1-2 ഗ്ലാസ് ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കും. സേമിയം മാറ്റി വെച്ചതിന് ശേഷം ഇനി അടുത്തതായി വേണ്ടത് കസ്കസാണ്. സബ്ജ സീഡ് എന്നും പറയും. അപ്പോൾ ഇതിന് ഞാൻ 2 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. ഇതിന് ഞാനൊരു ബൗളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് കുതിർത്തെടുക്കുക. അപ്പോൾ ഒരു 5 മിനിറ്റ് ഒരു മാറ്റി വയ്ക്കുമ്പോൾ അതൊന്ന് കുതിർത്ത് കിട്ടുക. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കുന്ന സമയത്തിന് ഇത് കുതിർന്നിരിക്കും. ഇതിലോട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ചേർക്കുന്നത് കുറച്ചൊന്ന് മധുരം കൂടെ കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ അത് വേണമെങ്കിൽ ചേർത്താൽ മതിയാകും. അപ്പോൾ ഇനി ഇതും മാറ്റി വയ്ക്കുക. ഒരു 5 മിനിറ്റിനകം ഇത് കുതിർന്ന് കിട്ടും. അങ്ങനെ നമ്മൾ നല്ല തിളപ്പിച്ച പാല് ഇനി നമുക്ക് ഇതിലോട്ട് പഞ്ചസാര ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ ഇതിലോട്ട് റോസ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2-3 തുള്ളി ഒഴിക്കുമ്പോൾ തന്നെ അത് നല്ല റോസ് കളർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ റോസ് മിൽക്ക് വാങ്ങിക്കാൻ വലിയ റേറ്റൊന്നുമില്ല. ഒരു 30 രൂപ 35 രൂപയൊക്കെ കൊടുക്കുമ്പോൾ അതിൽ നിന്നൊരിത് കിട്ടും. നമുക്ക് ഒരുപാട് നാൾ ഉപയോഗിക്കുകയും ചെയ്യാം. പൊട്ടിച്ചതിന് ശേഷം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയാകും. പിന്നെ ഞാൻ അടുത്തതായി എടുത്തിരിക്കുന്ന നമ്മുടെ കയ്യിലുള്ള കുറച്ച് ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. എല്ലാ ഫ്രൂട്ട്സൊന്നും ഇല്ല, കയ്യിലുള്ളത് എടുക്കുക. പിന്നെ ഈത്തപ്പഴം ഉണ്ടെങ്കിൽ അതിൽ നിന്നും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതും ഞാൻ കുറച്ച് പഞ്ചസാരയൊക്കെ ചേർത്തൊന്ന് ഫ്രിഡ്ജിലോട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സേമിയത്തിലോട്ടും കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ അല്ലെങ്കിൽ ഈ സേമിയം നമ്മൾ ലാസ്റ്റ് ഈ ഫലൂഡയൊക്കെ കഴിക്കുന്ന സമയത്തിന് എടുത്ത് വായിൽ വയ്ക്കുമ്പോൾ അതിനൊട്ടും തന്നെ ഒരു മധുരമൊന്നും ഇല്ലാതിരിക്കുമ്പോൾ അതും നമുക്ക് ടേസ്റ്റ് വ്യത്യാസം വരും. അപ്പോൾ നമ്മൾ കുറച്ച് ഇതുപോലത്തെ ഐറ്റംസ് എടുത്ത് വെച്ചിട്ടുണ്ട്. സേമിയം, കസ്കസ്, പിന്നെ കുറച്ച് ഫ്രൂട്ട്സ്, പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ചെറിയ രീതിയിൽ കട്ട് ചെയ്തത് അതും എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ റോസ് മിൽക്ക്. അപ്പോൾ ഇത് ഇത്രയും നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം തന്നെ ഫലൂദ. ആദ്യം നമുക്ക് ഇതിലോട്ട് ചേർക്കാനുള്ളത് റോസ് മിൽക്കിൽ നിന്ന്
ഒരു 2 ടേബിൾ സ്പൂൺ ഞാൻ കുറച്ച് പാലുമായിട്ട് കുറച്ചൊന്ന് കട്ടിക്കെടുത്ത മിക്സാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ റോസ് മിൽക്ക് മാത്രമായിട്ട് ചേർക്കുമ്പോൾ അതൊരു ചെറിയ ഒരു ടേസ്റ്റ് വ്യത്യാസമൊക്കെ കാണും. അപ്പോൾ ഞാനിതൊരു കുറച്ച് പാലിൽ കുറച്ച് റോസ് മിൽക്ക് തയ്യാറാക്കിയതാണ്, ഒരു 2-3 ടേബിൾ സ്പൂൺ പാലിൽ. അപ്പോൾ അതിന് ശേഷം നമ്മുടെ മധുരം ചേർത്ത് വെച്ചാൽ നമ്മുടെ സേമിയ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ അളവൊക്കെ നമുക്ക് ഇഷ്ടാനുസരണം കുറയ്ക്കുകയും കൂട്ടുകയൊക്കെ ചെയ്യാം. പിന്നെ ഇത് ഡെക്കറേറ്റ് ചെയ്യുന്നതും നമുക്ക് ഇഷ്ടാനുസരണം ചെയ്യാം. ഇത് സേമിയം ആദ്യം ഇടാം, കസ്കസ് ആദ്യം ഇടാം, ഫ്രൂട്ട്സ് ആദ്യം ഇടാം, അതൊക്കെ നമ്മുടെ ഇഷ്ടം. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെയാണ് ചെയ്യുന്നത്. ആദ്യം ഒരു 2 ടേബിൾ സ്പൂൺ അടുപ്പിച്ച് നമ്മുടെ റോസ് മിൽക്ക് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് സേമിയം വെച്ച് കൊടുത്തു. അപ്പോൾ സേമിയത്തിൽ മധുരത്തിന് ആവശ്യമായിട്ട് പഞ്ചസാര ഇടാൻ മറക്കരുത്, പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അടുത്തതായി ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് കസ്കസ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ കസ്കസിലും കുറച്ച് മധുരം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ എടുത്തൊക്കെ കഴിക്കുന്ന സമയത്തിന് മധുരമൊക്കെ കുറച്ചുണ്ടെങ്കിൽ അതിൻ്റേതായ ഒരു ടേസ്റ്റ് വ്യത്യാസവും കാണും. അപ്പോൾ അതും നമുക്ക് കുറച്ച് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഒന്നും അളവ് ഒരു നിർബന്ധമുള്ളതല്ല, എത്ര അളവ് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ കസ്കസ് ചേർത്തതിന് ശേഷം അപ്പോൾ ഇനി അടുത്തതായി ഇനി ഇതിലോട്ട് ചേർക്കാനുള്ളത് ഫ്രൂട്ട്സാണ്. അപ്പോൾ ഫ്രൂട്ട്സ് തന്നെ നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സൊക്കെ എടുത്താൽ മതി. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ആപ്പിള് അതുപോലുള്ള ഒന്നുമില്ല. ഞാൻ ഇപ്പോൾ പഴം, 2 ഐറ്റം മുന്തിരി, മാതളം, പിന്നെ ഈത്തപ്പഴം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉള്ള അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങളെ ചേർത്തിട്ടുള്ളൂ. ഇപ്പോൾ ആപ്പിള്, മാങ്ങ അതൊന്നും കയ്യിലില്ല, അതൊന്നും ചേർത്തില്ല. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ഏതാണെന്ന് വെച്ചാൽ ചേർക്കാം. ഇതിപ്പോൾ നമുക്ക് പഴം മാത്രം വെച്ചും ചെയ്യാം, പഴം അല്ലാതെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടം. നമ്മൾ വീട്ടിൽ ചെയ്യുന്ന ഫലൂഡയല്ലേ, അപ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് നമ്മുടെ ഉള്ള സാധനം വെച്ച് തന്നെ നമുക്കത് ടേസ്റ്റിയായിട്ട് കഴിക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെയൊക്കെ നമ്മൾ സമയം കിട്ടുന്ന സമയത്തിന് നമുക്കിത് ചെയ്യാം. നോമ്പ് തുറക്കുന്ന സമയത്തിന് ഇതുപോലെ തയ്യാറാക്കി വയ്ക്കുകയാണെങ്കിൽ അതും ഒരു ടേസ്റ്റി ആയിട്ട് തന്നെ കഴിക്കാം. അപ്പോൾ ഈ ചൂട് സമയത്ത് നമ്മുടെ ഈ ഫലൂദയൊക്കെ വളരെ നല്ലൊരു സംഭവമാണ് നമ്മൾ വീട്ടിൽ ചെയ്യുന്നത് തന്നെ. അപ്പോൾ ഞാൻ ഇതിലോട്ട് കുറച്ച് കോൺഫ്ലെക്സും കൂടെ ചേർത്തിട്ടുണ്ട്. ചോക്കോസോ കോൺഫ്ലെക്സോ ഏതെങ്കിലും കയ്യിലുണ്ടെങ്കിൽ കുറച്ചിടാം. അപ്പോൾ അതൊക്കെ നമ്മളിപ്പോൾ കുറച്ച് ഇടയ്ക്ക് കഴിക്കാൻ കിട്ടുകയാണെങ്കിൽ അതിനൊക്കെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഇനി അത് കഴിഞ്ഞ് നമ്മൾ റോസ് മിൽക്ക് ചേർത്ത് വെച്ചിരുന്ന നമ്മുടെ പാല്, അപ്പോൾ പാലൊക്കെ ഒന്ന് തണുപ്പിച്ചെടുത്തിട്ട് വേണം ഇതിലോട്ട് ചേർക്കാൻ കേട്ടോ. എല്ലാ സംഭവവും തണുപ്പിച്ചിട്ട് വേണം ചേർക്കാൻ. അപ്പോൾ തണുപ്പിലും കൂടെയാണ് നമ്മുടെ ഈ ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് ഇരിക്കുന്നത്. അപ്പോൾ അത് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഫ്രൂട്ട്സോ കസ്കസോ ഒക്കെ വേണമെങ്കിൽ വെക്കാം. പക്ഷേ കുറച്ച് ഐസ്ക്രീമും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനിവിടെ കുറച്ച് വാനില ഐസ്ക്രീം എടുത്തിട്ടുണ്ട്. അതിന് ഞാൻ ഓരോ സ്കൂപ്പ് ഇതിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ആകുമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടുക. അങ്ങനെ നമ്മൾ ഐസ്ക്രീമും വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് കുറച്ച് നമ്മുടെ റോസ് സിറപ്പുണ്ടല്ലോ, അത് ഞാൻ ഇതിലോട്ട് റോസ് മിൽക്ക് അത് ഞാൻ ഇതിലോട്ട് കുറച്ചൊന്ന് ചേർക്കുന്നുണ്ട്. കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഇതൊന്നും നിർബന്ധമില്ല, വേണമെങ്കിൽ ചേർത്താൽ മതിയാകും. ഞാനിപ്പോൾ കുറച്ചൊരു കളറിന് വേണ്ടി ചേർത്ത് കൊടുത്തതേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് എന്തെങ്കിലും ഫ്രൂട്ട്സോ നമ്മുടെ കയ്യിലുള്ള കോൺഫ്ലെക്സോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും കോൺഫ്ലെക്സും കൂടെയാണ് ഇതിലോട്ട് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ നല്ല അടിപൊളി ഫലൂഡ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലെ നമുക്ക് വീട്ടിൽ ചെറിയ രീതിയിലൊക്കെ തന്നെ ചെയ്യാമെങ്കിൽ തന്നെ ടേസ്റ്റിയായിട്ട് കഴിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ കൂടി ഒന്ന് ഓണാക്കി ഇടുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.